വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരികയാണ്. പൗലോസ് അവിടെ ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അടുത്തിരിക്കുന്നവരുടെ മുഖത്ത് നോക്കി ചിരിച്ചോണ്ടെന്ന് ചോദിച്ചേ. വിശ്വസിച്ചിട്ട് അമേൻ ഒന്ന് ചോദിച്ചേ. പലർക്കും ധൈര്യമില്ല ചോദിക്കാൻ. അമേൻ സുഖമാണോ എന്ന് ചോദിക്കാം. അമേൻ അടുത്തിരിക്കുന്നവരുടെ മുഖത്ത് നോക്കി പ്രൈസലോട് പറയാനല്ല, അടുത്തിരിക്കുന്നവരുടെ മുഖത്ത് നോക്കി ചങ്കുറപ്പോടെ ചോദിക്കുക, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഇന്ന് രാത്രി അത് പ്രാപിച്ചെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ദൈവജനം കരമുയർത്തി ഒരു ഹല്ലേലൂയ മുഴക്കട്ടെ. ജീസസ് വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? നിനക്ക് വിശ്വാസത്താൽ കാറ് കിട്ടിയോ? നിനക്ക് വിശ്വസിച്ചിട്ട് വീട് കിട്ടിയോ? നിനക്ക് വിശ്വസിച്ചിട്ട് പ്രസംഗിക്കാൻ അവസരം കിട്ടിയോ? നിനക്ക് വിശ്വസിച്ചിട്ട് മാസത്തിൻ്റെ 31 വരെ ജീവിക്കാൻ കാശ് കിട്ടിയോ? ഇതൊന്നും തമ്പുരാൻ ചോദിക്കുകയില്ല. തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ആമേ എന്ന് പറഞ്ഞാൽ അത് കിട്ടിയിട്ടേ വല്ലോ കാര്യമുള്ളന്നേ. ബൈബിളിൽ എവിടെയും വിശ്വസിച്ചിട്ട് സൗഖ്യം കിട്ടിയോ എന്ന് ചോദിക്കുന്നില്ല, വിശ്വസിച്ചിട്ട് വീട് കിട്ടിയോ എന്ന് ചോദിക്കുന്നു. അതൊക്കെ സീസണലാണ്, അതൊക്കെ ടെമ്പററിയാണ്. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാന വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ആമേൻ. വളരെ രസകരമായിരിക്കുന്ന അനുഭവം അവർ പറഞ്ഞ മറുപടിയാണ്. അവർ പറഞ്ഞോ, അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. പക്ഷേ ഇവരാരാണെന്നറിയാമോ? അവിടെ പറയുന്നത് എഫെസോസിൽ എത്തി ചില ശിഷ്യന്മാരെ കണ്ടു. ഇവർ ശിഷ്യന്മാരാണ് എന്ന് പറഞ്ഞാൽ ഇവർ യേശുക്രിസ്തുവിനെ അറിയാവുന്നവരാണ്, ഇവർ ദൈവമാർഗത്തെ അറിയാവുന്നവരാണ്, ഇവർ പള്ളിയിൽ പോകുന്നവരാണ്, ഇവർ പതാരം കൊടുക്കുന്നവരാണ്, ഇവർ കാണിക്കയിടുന്നവരാണ്, ഇവർ എല്ലാ വർഷവും ലേലം പിടിക്കുന്നവരാണ്, ഇവർ എല്ലാ വർഷവും നേർച്ച കൊടുക്കുന്നവരാണ്, ഇവരെല്ലാ വർഷവും ദൈവവേലയ്ക്കും കമ്മിറ്റി മെമ്പറാണ്. പക്ഷേ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം അറിയത്തില്ല. ലോകചരിത്രം അറിയാം, പള്ളിയിലെ അച്ഛന്മാരെ അറിയാം, അച്ഛന്മാരുടെ ഹിസ്റ്ററി അറിയാം, മസ്കിയാമ്മമാരുടെ ചരിത്രം അറിയാം, പാസ്റ്റർമാരെ അറിയാം, പാസ്റ്റർമാരുടെ സകല ചരിത്രവും അറിയാം, സഭകളുടെ ചരിത്രവും അറിയാം. പക്ഷെ ഒരാളെ മാത്രം അറിയത്തില്ല. എന്തിനെ അറിയത്തില്ല? പരിശുദ്ധാത്മാവിനെ ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. പിന്നെ എന്തോത്തിനെ കുറിച്ചാണ് കേട്ടത്? സ്തോത്ര. അപ്പോൾ പൗലോസ് ആശ്ചര്യത്തോടു കൂടി ചോദിക്കുക, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല, പിന്നെ നിങ്ങൾക്ക് ആരാ സ്നാനം നൽകിയത്? നിങ്ങൾ പിന്നെ ഏറ്റ സ്നാനം ഏതാ? അപ്പൊ പൗലോസ് ഇവര് പറയുകയാണ്, ഞങ്ങൾ സ്നാനപ്പെട്ടവരാ, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടില്ല. പൗലോസിന് ആശ്ചര്യം തോന്നി. എടാ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാതെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കാതെ, പരിശുദ്ധാത്മാവ് വ്യാപരിക്കാതെ സ്നാനം കൊടുക്കുന്നോ? അതെന്തൊരു സ്നാനമാ? അപ്പൊ പൗലോസ് ചോദിച്ചപ്പോ പറയുകയാണ്, യേശു കർത്താവ് വരുന്നതിന് മുമ്പേ യോഹന്നാന്റെ സ്നാനം ഞങ്ങൾ ഏറ്റതാണ് എന്ന് പറയുകയാണ്. അതായിരുന്നു 3-ാം വാക്യം. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് ചോദിച്ചപ്പോൾ അവിടെ പറയുകയാണ്, യോഹന്നാന്റെ സ്നാനം എന്നവർ പറഞ്ഞു. എന്നാൽ 4-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാകുന്നു, അതിന് പൗലോസ് യോഹന്നാൻ മാനസാന്തര സ്നാനമത്രേ കഴിപ്പിച്ചു, തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറയുകയാണ്, എന്താണ് യോഹന്നാന്റെ സ്നാനം? യോഹന്നാന്റെ സ്നാനത്തിൻ്റെ പ്രത്യേകത, യോഹന്നാന്റെ കീഴിൽ സ്നാനപ്പെട്ടിട്ട് അവർ യേശുവിൽ വിശ്വസിക്കണം. ഞാൻ ഒന്നുകൂടെ വളരെ വ്യക്തമായിട്ട് നിസ്സാരമായി പറയാം, ലളിതമായി പറയാം, സ്നാനപ്പെട്ടിട്ട് യേശുവിൽ വിശ്വസിക്കണം. പക്ഷേ യേശു പറഞ്ഞ സ്നാനപ്പെട്ടിട്ട് യേശുവിൽ വിശ്വസിക്കണം ല്ല, പകരം എന്താണ് പറഞ്ഞതെന്നറിയാമോ? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. സ്തോത്ര. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, കുഞ്ഞ് വലുതാകുമ്പോൾ വിശ്വസിച്ചോളൂ, അവന് പ്രായമാകുമ്പോൾ വിശ്വസിച്ചോളൂ. പിന്നെ നമുക്ക് അവൻ ജനിച്ചതല്ലേ, നാട്ടുകാർക്കൊക്കെ അപ്പവും കോഴിക്കറിയും കൊടുക്കണ്ടേ? അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അവൻ 6 മാസം ആവുമ്പോഴേ അവനെ പിടിച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് എന്ത് ചെയ്യുക? അവൻ സ്നാനം കൊടുക്കുക. പിന്നെ അവൻ സാവകാശം വലുതാവുമ്പോൾ അവൻ എന്തോ ചെയ്തോളൂ, അവൻ വിശ്വാസം ഏറ്റു പറഞ്ഞോളൂ. എന്നാൽ പൗലോസ് പറഞ്ഞോ, ആ സ്നാനം പെട്ടവനെ പിന്നെ എന്തോ ചെയ്യണോ? പൗലോസ് അതിൻ്റെ അടുത്ത വാക്യത്തിൽ, അതിൻ്റെ 5-ാം വാക്യത്തിൽ
ഇത് കേട്ടപ്പോൾ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. ഞാനപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, അവരെത്ര പ്രാവശ്യം സ്നാനമേറ്റു? അവരെത്ര പ്രാവശ്യം സ്നാനമേറ്റു? 2 പ്രാവശ്യം സ്നാനമേറ്റു. ഇന്ന് അനേക ക്രൈസ്തവ പാരമ്പര്യ പൗരസ്ത്യ നാമധേയ സഭകൾ മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടി എന്താണെന്നറിയാമോ? സ്നാനം ഏകമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. എൻ്റെ സഹോദരങ്ങളെ, സ്നാനം ഏകമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, സ്നാനം ഏകമാണ്, പക്ഷേ അത് ശരിയായ സ്നാനമല്ല എങ്കിൽ നീ ഒന്നും കൂടെ സ്നാനപ്പെട്ടേ പറ്റത്തുള്ളൂ. ആമേ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. നീ വിശ്വസിക്കാതെ, നീ പാപങ്ങളെ ഏറ്റുപറയാതെ, നിന്റെ മനോബോധത്തോടുകൂടെ സ്വന്തമായി ഏറ്റുപറയാതെ, വിശ്വസിക്കാതെ, നിന്റെ സ്വന്തം മനോബോധത്തോടെ അല്ല നീ സ്നാനപ്പെട്ടതെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആ സ്നാനം കൊണ്ട് തീരെ പ്രയോജനമില്ലെന്ന് ഞാൻ പറയത്തില്ല. അത് കുടുംബത്തിന്റെ കൂട്ടായ്മയ്ക്കൊക്കെ നല്ലതാ. ഒരു കുഞ്ഞ് ജനിച്ചാല് വീട്ടിലെല്ലാവർക്കും വിരുന്ന് കൊടുക്കണ്ടേ? 28 കെട്ടുമ്പോൾ, മാമോദിസ മുക്കുമ്പോൾ, അന്നേരമൊക്കെ സ്തോത്ര പള്ളിക്ക് കൊടുക്കേണ്ടതും കൊടുക്കാം, കുടുംബക്കാർക്ക് കൊടുക്കേണ്ടതിനും കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും കുടുംബക്കാർക്കും പള്ളിക്കാർക്കും പ്രയോജനമുണ്ടായിട്ടുണ്ട് എന്നല്ലാതെ നീ ഏറ്റ വിശ്വസിക്കാത്ത സ്നാനം കൊണ്ട് നിന്റെ ആത്മാവിനോ, നിന്റെ മേലുള്ള രക്ഷാപദ്ധതിക്കോ, നിന്റെ മേലുള്ള ദൈവരാജ്യത്തിന്റെ നിയോഗത്തിനോ, നീയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിനോ 5 പൈസയുടെ പ്രയോജനം ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെങ്കിൽ നീ വിശ്വസിക്കുകയോ പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്തിട്ട് സ്തോത്ര നീ സ്നാനപ്പെട്ടേ മതിയാകത്തുള്ളൂ. അവർ 2ാമത് സ്നാനമേറ്റു. അങ്ങനെ സ്നാനമേറ്റ് കഴിയുമ്പോൾ അടുത്ത ഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്തോത്രം. അടുത്ത ഭാഗത്തിൽ 6ാം വാക്യത്തിൽ പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരുത്തന്റെ മേൽ വന്നുവെന്ന് എങ്ങനെയാണ് അറിയുന്നത്? എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് രാത്രി ഇതിനകത്ത് കരണ്ട് പോയി കഴിഞ്ഞാൽ മീറ്ററിൽ പോയി നോക്കണ്ട കരണ്ട് പോയോ എന്ന്. പകരം ഇതിനകത്തെ ലൈറ്റുകൾ ഓഫാകുമ്പോൾ പറയുക, ലൈറ്റ് ഓഫായെന്ന് ആരും പറയത്തില്ല, മൈക്ക് ഓഫായെന്ന് ആരും പറയത്തില്ല, കരണ്ട് പോയെന്നേ പറയത്തുള്ളൂ. പക്ഷെ ഇതിനകത്ത് ലൈറ്റ് കത്തിയാൽ ഉടനെ മനുഷ്യരെന്ത് പറയുന്നറിയോ? ആ കരണ്ട് വന്നെന്ന്. എപ്പോഴെങ്കിലും നിങ്ങൾ ലൈറ്റ് വന്നെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, കരണ്ട് വന്നെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ ഒരു മനുഷ്യന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ പുറത്തു വരുന്ന ഒരു പ്രദർശനമുണ്ട്. ആ പ്രദർശനമാണ് അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന അന്യഭാഷകൾ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവുണ്ട്. യേശുക്രിസ്തുവിനെ കർത്താവെന്ന് ഏറ്റുപറയുന്നവന്റെ എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവുണ്ട്. അത് മതി എന്ന് ഞങ്ങൾക്ക് പറയുന്നുവെങ്കിൽ നീ കുഴിമടിയനാണ്. കർത്താവായ യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരും ഗുരുവായി സ്വീകരിച്ചവരുമായിരുന്നു യേശുക്രിസ്തുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ. യേശുക്രിസ്തുവിന്റെ കൂടെയുള്ള 120 പേര്, അല്ലെങ്കിൽ പെന്തക്കോസ്ത് ദിനം വരുമ്പോൾ മാളികമുറിയിൽ കാത്തിരുന്ന 120 പേരും യേശുവിനെ കർത്താവും ദൈവവും ദൈവപുത്രനുമായി ലോകത്തിന്റെ രക്ഷകനായി അവർ വിശ്വസിച്ചവരായിരുന്നു, അവർ അംഗീകരിച്ചവരായിരുന്നു. പിന്നെയും 10 ദിവസങ്ങൾ അവർ മാളികമുറിയിൽ കാത്തിരുന്നു. പട്ടണവും പുരുഷാരവും മുഴുവൻ യെരൂശലേമിലെ ദൈവാലയത്തിൽ പെന്തക്കോസ്ത് പെരുന്നാളിന് കടന്നുപോയിട്ടോ ഇവരാരും പോയില്ല. ഇവരെല്ലാവരും മാളികമുറിയിൽ കയറി രഹസ്യമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്താണ് കാരണം? അവർക്കൊരു കാര്യം മനസ്സിലായി, യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുന്നത് മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ അഭിഷേക അന്യഭാഷകളിൽ സംസാരിക്കുന്ന പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിക്കുന്ന ഒരു സംഗതിയുണ്ട്. സ്തോത്ര. ഇന്നും കേരളത്തിലും ലോകമെമ്പാടും ഒരു ചെറിയ സമൂഹമുണ്ട്. ഏതാണ്ട് 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉണ്ടായി വന്ന ഒരു സമൂഹമാണ്. ഇന്ന് ശോഷിച്ച് അസ്ഥി പോലും കാണാൻ പറ്റാത്ത ഒരു പരുവത്തിലിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. സ്തോത്ര. അവർ പെന്തക്കോസാണോ? പെന്തക്കോസല്ല. എന്നാൽ മർത്തോമക്കാരാണോ? CSIക്കാരാണോ? ഇതൊന്നുമല്ല. എവിടുന്നൊക്കെയോ വേർപെട്ടെന്നാ പറയുന്നത്. എന്നാൽ എന്തെങ്കിലുമായി തീർന്നിട്ടുണ്ടോ? അതുമില്ല. അവർ പറയുന്ന ഒരു ഭാഗം ണ്ട്. പരിശുദ്ധാത്മാവ് ആമേൻ. യേശുവിനെ കർത്താവെന്ന് പറയുന്നവൻ എല്ലാവർക്കും എന്തോ ഉണ്ട്? പരിശുദ്ധാത്മാവ് ഉണ്ടെന്നാ പറയുന്നത്. ഞാനതിൻ്റെ ഭാഗത്തിലേക്ക് സാവകാശത്തിൽ വരാം. അപ്പോൾ ഇവർ പറയുകയാണ്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, കേട്ടിട്ടില്ല. എൻ്റെ സഹോദരങ്ങളെ, ലോകത്തിൽ 3 വിധത്തിലുള്ള ആൾക്കാരുണ്ട്. ഒരു കൂട്ടർക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും അവരെന്ത് ചെയ്തിട്ടില്ല,
കേട്ടിട്ടില്ല. പരിശുദ്ധാത്മാവെന്നൊരു സംഗതിയെക്കുറിച്ച് അവർ കേട്ടിട്ടേ ഇല്ല. വേറൊരു കൂട്ടരുണ്ട്, എന്താണെന്നറിയാമോ? അവർ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ കേട്ടിട്ടുള്ളതൊന്നും ശരിയായ കേൾവികളല്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്തൊക്കെയോ അവർ കേട്ടിട്ടുള്ളവരാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ അതിനെക്കുറിച്ച് പറയാം. ബൈബിളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പല അലങ്കാര പ്രയോഗങ്ങൾ നൽകിയിട്ടുണ്ട്. അലങ്കാര പ്രയോഗങ്ങൾ, അതിൽ ഒന്ന്, കർത്താവായ യേശു സ്നാനമേറ്റ് കരേറുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവരൂപത്തിൽ വന്നോ. ആമേൻ. അതിനെ തിയോളജിക്കലി നാം പഠിക്കുമ്പോൾ എംബോഡിമെന്റ് ഓഫ് ഹോളി ഗോസ്റ്റ്, പരിശുദ്ധാത്മാവിന്റെ രൂപപ്രാപണമെന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് പ്രാവരൂപത്തിൽ വന്നോ. ആകയാൽ ഒരു കൂട്ടർ കരുതുന്നുണ്ട് പ്രാവാണ് പരിശുദ്ധാത്മാവെന്ന്. ആകയാൽ പള്ളിയിൽ അവർ പ്രാവിന്റെ രൂപം വരച്ചു വെക്കോ, പ്രാവിന്റെ പ്രതിമയുണ്ടാക്കി വെക്കോ. ആമേൻ. എന്നിട്ട് പറയും ഇതാണ് പരിശുദ്ധാത്മാവെന്ന്. എൻ്റെ സഹോദരങ്ങളെ, പ്രാവല്ല പരിശുദ്ധാത്മാവ്. മറ്റൊരു ഭാഗം, പെന്തക്കോസ്ത് ദിനം വന്നപ്പോൾ ശിഷ്യന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവർക്ക് അഗ്നിനാവുകൾ പ്രത്യക്ഷമായി. തീജ്വാലയിൽ അവർ ദൈവ സാന്നിധ്യത്തെ കണ്ടു. കർമ്മേലിന്റെ കൊടുമുടിയിൽ തീ ഇറങ്ങി. അത് തീ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു ആലങ്കാരിക പ്രയോഗമാണ്. തീ ശുദ്ധീകരിക്കുന്നതാണ്, തീ സംഹരിക്കുന്നതാണ്. ആമേൻ. തീ ഒരു സാധനത്തെ രൂപം മാറ്റുന്നതാണ്. അങ്ങനെ അത് പരിശുദ്ധാത്മാവിന്റെ ഗുണഗണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് തീ. തീക്ക് ഒരു സാധനത്തെ നശിപ്പിക്കുവാൻ കഴിയോ? പാപത്തെ നശിപ്പിക്കുവാൻ കഴിയോ? സ്തോത്ര. പച്ചയായ മാംസത്തെ രുചികരമാക്കി മാറ്റുവാൻ തീക്ക് കഴിയോ? എന്ന് പറഞ്ഞാൽ ജഡിക സ്വഭാവത്തെ സൽഗുണമാക്കി മാറ്റുവാൻ തീക്ക് കഴിയോ? സ്തോത്ര. തീക്ക് കല്ലുപോലെ ഇരിക്കുന്ന മെഴുകിനെ രൂപഭാഗം മാറ്റുവാൻ കഴിയോ? സ്തോത്ര. കരിപിടിച്ചിരിക്കുന്ന സ്വർണത്തിൽ നിന്ന് ഒരു ശുദ്ധിയുള്ളതിനെ എടുക്കുവാൻ കഴിയോ? ഇതൊക്കെ തീയുടെ പ്രോപ്പർട്ടീസ്, ആട്രിബ്യൂട്ട്സ് ആണ്. ഈ സ്വഭാവങ്ങൾ പരിശുദ്ധാത്മാവിനുള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാദൃശ്യമായി തീയെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് തീയല്ല, പരിശുദ്ധാത്മാവിൻ്റെ സാദൃശ്യം മാത്രമാണ് എന്ത്? തീ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ എണ്ണയായിട്ട് ഉപമിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ പുരോഹിതന്മാരുടെ മേല്, രാജാക്കന്മാരുടെ മേല് എണ്ണ പൂശുമായിരുന്നു. അത് പരിശുദ്ധാത്മാവിന്റെ നിഴലായിരുന്നു. കാരണം എണ്ണ ഒരു ഫലത്തിൽ നിന്ന് ചക്കിനകത്ത് ചതച്ചെടുക്കുമ്പോഴാണ് എണ്ണ വെളിയിൽ വരുന്നത്. സ്വർഗത്തിലെ ഫലമാകുന്ന യേശു കർത്താവ് ഭൂമിയിലെ ദൈവക്രോധത്തിന്റെ ചക്കിലിട്ട് മെതിക്കപ്പെടുമ്പോൾ യേശുവിൽ നിന്ന് മാനവരാശിക്ക് നൽകപ്പെടുന്നതാണ് പരിശുദ്ധാത്മാവെന്ന് ഉള്ള വ്യംഗ്യാർത്ഥത്തിലാണ് സ്തോത്രം പരിശുദ്ധാത്മാവിനെ എണ്ണയായി ഉപമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നും ചില ക്രൈസ്തവ പാരമ്പര്യക്കാര് കുപ്പിക്കകത്ത് എണ്ണ പൊതിഞ്ഞുകൊണ്ട് നടക്കുക. അത് പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞ് കൊച്ചുങ്ങളെ മാമോദിസ മുക്കുമ്പോ തലയിൽ ഒരു തുള്ളി മുറൻ പുരട്ടിയിട്ട് പറയാ അവൻ ആത്മാവ് കിട്ടിയെന്ന്. എണ്ണയ്ക്കകത്തല്ല അച്ചോ ആത്മാവിരിക്കുന്നത്. സ്തോത്ര. മരിക്കാൻ കിടക്കുന്ന അമ്മച്ചിക്ക് അന്ത്യകൂദാശ നൽകുമ്പോൾ എണ്ണ പുരട്ടിയിട്ട് പറയുക അമ്മച്ചിയുടെ മേൽ ആത്മാവ് വന്നെന്ന്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അച്ഛന്റെ കുപ്പായത്തിനകത്ത് കിടക്കുന്ന കുപ്പിക്കകത്ത് ഒതുങ്ങുന്നതല്ല പരിശുദ്ധാത്മാവ്. അത് അച്ഛൻ്റെ എന്നല്ല, ഞങ്ങൾ പാസ്റ്റർമാരുടെ കുപ്പായത്തിലെ കുപ്പിക്കകത്ത് ഒതുങ്ങുന്നതല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആകയാൽ പരിശുദ്ധാത്മാവ് തീയല്ല, പരിശുദ്ധാത്മാവ് എണ്ണയല്ല, പരിശുദ്ധാത്മാവ് സ്തോത്ര പ്രാവല്ല. ഇനിയും പരിശുദ്ധാത്മാവിനെ അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അത് കാറ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആമേ. 1-ാം നൂറ്റാണ്ടിൽ കൊടിയ കാറ്റടിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാമോദിസ മുക്കി കഴിയുമ്പോ ആകാശത്ത് നിന്ന് കാറ്റിനെ വിളിച്ച് പിള്ളാരുടെ മേൽ അടിച്ചു വിടണോ? മരിക്കാൻ കിടക്കുന്ന അമ്മച്ചിയുടെ ജനല് തുറന്ന് കാറ്റ് കയറ്റി വിടണോ? നടക്കുവോ? നിങ്ങൾക്ക് നടക്കുകയില്ല. ആകയാൽ കാറ്റ്, എണ്ണ, തീയ് ഇതൊക്കെ പരിശുദ്ധാത്മാവിന്റെ ഉപമാനങ്ങൾ മാത്രമാണ്. എൻ്റെ സഹോദരങ്ങളെ, എണ്ണ മാത്രമല്ല പരിശുദ്ധാത്മാവായിട്ടൊന്നും പഠിപ്പിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 49-ാം വാക്യത്തിൽ യേശു കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുമ്പോൾ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ എന്തായിട്ടാണ് പഠിപ്പിക്കുന്നത്? വസ്ത്രമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇതെല്ലാം ആലങ്കാരിക പ്രയോഗങ്ങളാണ്. ഇനിയും അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു. ഒരു അധികാരത്തിൻ്റെ സംരക്ഷണമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ പറയുന്നത്. വീണ്ടും പറയുകയാണ് അതൊരു എഗ്രിമെന്റ് പേപ്പർ ആകുന്നുവെന്ന്. ആകയാൽ പരിശുദ്ധാത്മാവ്
പരിശുദ്ധാത്മാവിൻ്റെ ഉപമാനങ്ങൾ അനേകമുണ്ട്. പക്ഷേ അതൊന്നും പരിശുദ്ധാത്മാവെന്ന യാഥാർത്ഥ്യമല്ല. അതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഉപമാനങ്ങൾ മാത്രമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ സമീപത്തുള്ള കടൽപ്പുറത്ത് നിന്ന്, കടൽ തീരത്ത് നിന്ന് ഞാനൊരു പാത്രത്തിൽ ഒരല്പം ഉപ്പുജലം കൊണ്ടുവന്ന്, സമുദ്രജലം കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് ഇത് സമുദ്രമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരിക്കലും വിശ്വസിക്കാൻ കഴിയത്തില്ല. അതുപോലെ തീയെന്നും കാറ്റെന്നും എണ്ണയെന്നും പ്രാവെന്നും ഒക്കെ പറയുന്നത് സമുദ്രജലം പാത്രത്തിലെടുക്കുന്നത് പോലെ മാത്രമാ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കുപ്പിക്കകത്ത് എണ്ണ പൊതിഞ്ഞുകൊണ്ട് നടന്ന് പരിശുദ്ധാത്മാവാണെന്ന് പറയുന്നെങ്കിൽ നീ സമുദ്രത്തിൽ നിന്ന് വെള്ളം പാത്രത്തിൽ കോരി വീട്ടിൽ കൊണ്ടുവന്ന് ഇത് സമുദ്രമാണെന്ന് പറഞ്ഞ് മനുഷ്യനെ കളിപ്പിക്കുന്ന, എൻ്റെ സാധാരണ ഭാഷയിൽ പറഞ്ഞ ഭൂലോക ഉടായിപ്പാണ്. പൗരോഹിത്യം ഉടായിപ്പാക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തെറ്റായി പഠിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് എണ്ണയും കുഴമ്പുമല്ല. പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഒരു മനുഷ്യന്റെ മേൽ ഇറങ്ങുന്നതാണ്. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എങ്ങനെ അറിയാൻ പറ്റുമോ? സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ ഒരാഴ്ച നിന്നിവിടെ നിന്ന് പ്രസംഗിച്ചാലും ഒരു കോണുപോലും തീരത്തില്ല. 2 മണിക്കൂർ വീതം ഒരാഴ്ച ഞാനിവിടെ നിന്ന് പ്രസംഗിച്ചാലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് എല്ലാം പഠിപ്പിച്ച് തീരത്തില്ല. സ്തോത്രം. ആകയാൽ പരിശുദ്ധാത്മാവിനെ പിന്നെ എങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്? സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവന് ലഭിപ്പാൻ കഴിയുകയില്ല. ഞാൻ ഒന്നാമതായി പറയട്ടെ, പരിശുദ്ധാത്മാവിനെ ഒരു മനുഷ്യന് ലഭിക്കണമെങ്കിൽ ആദ്യം അവൻ എന്ത് ചെയ്യണോ? ആ പരിശുദ്ധാത്മാവിനെ കാണുകയും അറിയുകയും ചെയ്യണം. ഇന്ന് അനേകർക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കാത്തതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിനെ പരിചയമില്ലാത്തത് കൊണ്ട്. പരിചയമുള്ളവർക്കുടെ അടുക്കൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ. എന്നാൽ അടുത്ത വാക്യം, അടുത്ത ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അപ്പൊ ഇത് എന്ത്? രണ്ടും കോൺട്രഡിക്ടറി ആണ്. ആരംഭത്തിങ്കൽ പറയുകയാണ് പരിചയമുള്ളവന്റെ അടുക്കലേ പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ് അവൻ നിങ്ങളിൽ ഇരിക്കുകയും നിങ്ങളോട് കൂടെ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അവനെ അറിയുന്നു. അതാണ് ഞാൻ മുൻപേ പറഞ്ഞത്. ഒരാഴ്ച മുഴുവനും ഇവിടെ നിന്ന് ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിച്ചാലും എള്ളോളം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല. കാരണം പരിശുദ്ധാത്മാവ് കൂടിയിരിക്കുകയോ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുകയും ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവിനെ അറിയുവാൻ കഴിയത്തുള്ളൂ. പൗലോസ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ജനത്തെ പഠിപ്പിക്കുവാൻ പരിശ്രമിച്ചോ. അവസാനം സുല്ലിട്ടിട്ട് പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞോ: അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്. പൗലോസ് പറയുകയാണ്, ഞാൻ അളക്കാവുന്ന വിധത്തിലല്ല അതൊന്ന് അളന്നു നോക്കി. അമ്മേ, ഞാൻ നിങ്ങളെ ഒന്ന് പഠിപ്പിക്കാൻ എല്ലാ വിധത്തിലും നോക്കി. അവസാനം എനിക്കൊരു കാര്യം മനസ്സിലായി. പരിശുദ്ധാത്മാവ് എൻ്റെ ബുദ്ധിയുടെ അളവുകോലിൽ ഒതുങ്ങുന്നതല്ല. അത് ബുദ്ധിക്ക് എത്താത്തതാണ്. അത് അളവുകോലുകൾക്ക് ഒതുങ്ങാത്തതാണ്. അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പ്. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യമേറിയ 3 ഭാഗങ്ങളെ പറഞ്ഞ് അവസാനിപ്പിക്കുക. നാളെ രാത്രി പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യങ്ങളിലേക്ക് കിടക്കുക. അമേൻ. ചില നാളുകൾക്ക് ശേഷമാണ് ഞാൻ അടുപ്പിച്ച് 2 രാത്രി ശുശ്രൂഷിക്കുന്നത് ഒരു സബ്ജക്റ്റിനെ കുറിച്ച്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സ്തോത്ര. ആകയാലൊന്ന് നിന്ന് പഠിപ്പിക്കാൻ കഴിയുമല്ലോ. ആകയാൽ ഇത് കേവലം ഒരു വിടുതൽ യോഗമായിട്ടല്ല, അതിലുപരിയായി പരിശുദ്ധാത്മാവിൻ്റെ ആഴത്തിലേക്കൊന്ന് ഇറങ്ങാൻ ഞാൻ കൊതിക്കുകയാണ് അതിനായിട്ട്. സ്തോത്ര. എനിക്കിന്ന് രാത്രി പരിചയപ്പെടുത്താൻ ഏറ്റവും ഇഷ്ടമുണ്ട് പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുവാൻ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ ഒന്നാമത് പറയട്ടെ. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു സാധനമല്ല. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. 3 കാര്യങ്ങളെ കുറിച്ച് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം വേഗത്തിൽ. ഒന്ന്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. സ്തോത്ര. പരിശുദ്ധാത്മാവ് ഒരു സാധനമല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാൻ 14:26 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും
ഉപദേശിച്ച് തരികയോ ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയോ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യോ. ആമേൻ. അവിടെ പറയുന്നത് ഹി ഷാൽ ടീച്ച് യു ഓൾ തിങ്സ് എന്നാണ് പറയുന്നത്. അവിടെ പറയുന്നത് ഹി ഷാൽ, അവൻ എന്നാണ് പറയുന്നത്. യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അത് നിങ്ങളുടെ മേൽ വരുമ്പോഴെന്ന് പറഞ്ഞിട്ടില്ല, അത് നിങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അത് ഇറ്റ് എന്നൊരു വേർഡ്, ഇംഗ്ലീഷിൽ ഇറ്റെന്നോ ദാറ്റെന്നോ ഒരു വേർഡ് പരിശുദ്ധാത്മാവിന് യേശു ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. പകരം യേശു പറഞ്ഞിട്ടുള്ള വാക്ക് മുഴുവന് ഹി 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 എന്നൊരു വേർഡാണ്. ആകയാൽ പരിശുദ്ധാത്മാവിനെ യേശു ഒരു ആളത്വമായിട്ടാണ് പറഞ്ഞത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് ഒരു സാധനമല്ല, പരിശുദ്ധാത്മാവ് ഒരു ആളാണ്. ആ ആളിനെയാണ് ഇന്ന് അനേകരും കുപ്പിയിലാക്കി എണ്ണയാക്കി കൊണ്ട് നടക്കുന്നതെന്ന് ഞാൻ മുമ്പേ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് ഒരു ആളാണ്. എൻ്റെ സഹോദരങ്ങളെ, ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു സുവിശേഷകൻ ഉണ്ടായിരുന്നു. ആ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ അടുക്കൽ ചെന്നിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞോ, നീ ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് നടക്കാൻ പറഞ്ഞോ. അതൊരു സാധനമാണെങ്കിൽ സംസാരിക്കുമോ? സംസാരിക്കത്തില്ല. ഒരു മനുഷ്യന്റെ സകലവിധമായിട്ടുള്ള ആമേൻ വൈകാരിക തലങ്ങളും ഉൾക്കൊള്ളുവാൻ കഴിയുന്നതാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറയുന്നത്. ആമേൻ. മൈക്കിനെ ദുഃഖിപ്പിക്കരുതെന്ന് ആരെങ്കിലും പറയുമോ? ടേബിളിനെ ദുഃഖിപ്പിക്കരുതെന്ന് ആരെങ്കിലും പറയുമോ? ആമേൻ. ഒരു സാധനത്തെ ദുഃഖിപ്പിക്കരുതെന്ന് പറയത്തില്ല. പക്ഷേ ഇവിടെ പറയുകയാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആരാണ്? ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വത്തെ ഞാൻ വ്യക്തമായിട്ടൊരു വാക്യത്തിൽ നിന്ന് കാണിച്ചു തരാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ വന്ന്, അത് വന്നെന്നല്ല പറയുന്നത്, അവൻ വന്ന് പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് ലോകത്തിന് ബോധം വരുത്തോ. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചോ ലോകത്തിന് ബോധം വരുത്താം. അവിടെ പറയുന്നത് അവൻ എന്നാണ്. എന്നിട്ട് പറയുകയാണ് പാപം, നീതി, ന്യായവിധി. ഇത് ആർക്കൊക്കെയാണ്? 9, 10, 11 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 9-ാം വാക്യത്തിൽ പറയുകയാണ്, സ്തോത്രം, അവർ എന്നിൽ വിശ്വസിക്കായിക കൊണ്ട് പാപത്തെക്കുറിച്ച്. അപ്പൊ വിശ്വസിക്കാത്തവരെ കണ്ട പരിശുദ്ധാത്മാവ് അവരോട് എന്തോത്തിനെ കുറിച്ച് സംസാരിക്കും? പാപത്തെക്കുറിച്ച് സംസാരിക്കാം. അടുത്തതായിട്ട് പറയുകയാണ്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയോ നിങ്ങൾ എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെ കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവിനെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച് ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുടെ അടുക്കൽ പരിശുദ്ധാത്മാവ് എന്തിനെ കുറിച്ച് സംസാരിക്കുക? ദൈവത്തിന്റെ നീതിയെയും വിശ്വസ്തതയെയും കുറിച്ച് സംസാരിക്കുക. 3, സ്തോത്ര, ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ലോകത്തിലുള്ളവരോട്, ദൈവത്തിൽ വിശ്വസിക്കാത്തവരോട്, ദൈവവചനത്തോട് എതിർത്തു നിൽക്കുന്നവരോട് ന്യായവിധിയെ കുറിച്ച് സംസാരിക്കാം. എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ വാക്കിൽ പറയാം, പരിശുദ്ധാത്മാവിന് ഒരാളെ കണ്ടാൽ ആളറിഞ്ഞ് സംസാരിക്കാൻ അറിയാം. പാപിയെ കണ്ടാൽ പാപിയാണെന്ന് മനസ്സിലാകുക, ദൈവവൈതലിനെ കണ്ടാൽ ദൈവവൈതലാണെന്ന് മനസ്സിലാകുക. സ്തോത്ര, ഒരു വ്യക്തിയെ കണ്ട് തിരിച്ചറിയുവാൻ കഴിയുന്ന വ്യക്തിത്വബോധമുള്ളയാളാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഒരു സാധനമല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിന്റെ the first attribute of Holy Ghost, പരിശുദ്ധാത്മാവ് ആളത്വമുള്ളവനാണ്. ഒന്നാമതായി ഞാൻ പറയൂ, പരിശുദ്ധാത്മാവ് ആളത്വമുള്ളവനാണ്. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് ആളത്വമുള്ളവനാണ്. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ടൊന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് ആളത്വമുള്ളവനാണ്. ഇന്ന് രാത്രി 2 കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം. 1, പരിശുദ്ധാത്മാവ് ആളത്വമുള്ളവനാണ്. 2, പരിശുദ്ധാത്മാവ് ദൈവത്വമുള്ളവനാണ്. എന്താണ് പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തിന്റെ പ്രത്യേകത? എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു സഭയുടെ വകയല്ല, പരിശുദ്ധാത്മാവ് ഒരു സംഘടനയുടെ വകയല്ല. നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഈ പരിശുദ്ധാത്മാവ് പെന്തക്കോസുകാരുടെ ആണെന്ന്. ഒരു പെന്തക്കോസുകാരൻ്റെ അല്ലെന്നേ പരിശുദ്ധാത്മാവ്, ഒരു പാസ്റ്ററുടെ അല്ല പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എൻ്റെ ആണെന്ന് പറയാൻ കഴിയുന്ന ഒരു പെന്തക്കോസുകാരന് ഉലകത്തിലില്ലെന്നേ. പിന്നെ ആരുടേതാണ് പരിശുദ്ധാത്മാവ്? റോമാലേഖനം 8-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, റോമാലേഖനം 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ്
നിങ്ങളിൽ വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ആരുടേതാണ്? അത് ദൈവത്തിന്റെ ആത്മാവാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ എത്ര പേർ തിരിച്ചറിയുന്നു ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. The Holy Spirit is of God. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെതാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെത്. എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 3:16 വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും പറയുന്നില്ലയോ? അപ്പോൾ പരിശുദ്ധ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാകുന്നുവെങ്കിൽ ആ ദൈവത്തിൻ്റെ ആത്മാവ് ഒരുവനിലേക്ക് പകർന്നു കഴിഞ്ഞാൽ അവൻ്റെ ശരീരം കൂടെ ദൈവം എന്താക്കുകയാണ്? തൻ്റേതാക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ വിഷയത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. പരിശുദ്ധാത്മാവ് ദൈവത്വമാണ്. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെതാണ്. പരിശുദ്ധാത്മാവ്, ഞാൻ മുൻപേ പറഞ്ഞത് ഒന്നും കൂടെ ആവർത്തിക്കട്ടെ, പരിശുദ്ധാത്മാവ് ഒരു സഭയുടേതല്ല, പരിശുദ്ധാത്മാവ് ഒരു സംഘടനയുടേതല്ല, പരിശുദ്ധാത്മാവ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയല്ല, പരിശുദ്ധാത്മാവ് ഒരു പാസ്റ്ററുടേതുമല്ല. പരിശുദ്ധാത്മാവ് അത് ദൈവത്തിൻ്റെതാണ്. ഇന്ന് രാത്രി അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെതാണ്. ധൈര്യത്തോടുകൂടെ പറഞ്ഞേ, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെതാണ്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിനെ തടയാൻ ഉലകത്തിൽ ആർക്കും കഴിയത്തില്ല. കാരണം ഒരുത്തൻ്റെയും കുടുംബ സ്വത്തല്ല, ഒരുത്തൻ്റെയും പിതാവിൻ്റെ പിതൃസ്വത്തല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് തറവാട്ടു സ്വത്തല്ല, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെതാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ, യൗവനക്കാരോടൊക്കെ ഞാൻ പറയട്ടെ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ, എൻ്റെ പിതാവ് സ്തോത്ര 4-ാമത്തെ വയസ്സിൽ അഭിഷേകം പ്രാപിച്ചോ, എൻ്റെ ജ്യേഷ്ഠൻ 6-ാമത്തെ വയസ്സിൽ അഭിഷേകം പ്രാപിച്ചോ. പക്ഷേ ഞാൻ ഉഴപ്പനായിരുന്നെന്ന് എല്ലാവരും കരുതിയത്. ഞാൻ 9-ാമത്തെ വയസ്സിൽ അഭിഷേകം പ്രാപിച്ചത്. 6, 7, 8 വയസ്സുകളിൽ എന്നെ നിർത്തിപ്പൊരിച്ചിട്ടുണ്ട് വീട്ടിൽ. എൻ്റെ അടുക്ക ചോദിക്കുന്ന ചോദ്യമുണ്ടായിരുന്നു, എടാ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം ആദ്യം നൽകുന്നത്, നീ എന്തുകൊണ്ട് അതിനെ പ്രാപിക്കുന്നില്ല? നിന്റെ ഡാഡി 4 വയസ്സിൽ അത് പ്രാപിച്ചില്ലേ? നിന്റെ അച്ചാച്ചൻ 6 വയസ്സിൽ അത് പ്രാപിച്ചില്ലേ? നീ എന്തുകൊണ്ട് പ്രാപിച്ചില്ല? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ, യൗവനക്കാരോട് ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി വരെ നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, അമ്മേ, ഒരു മനുഷ്യനിൽ നീ ആശ്രയിക്കണ്ട, ഒരു വ്യക്തിയോട് നീ ചോദിക്കണ്ട. നിന്റെ മുറിക്കകത്ത് കയറി പാവിരിച്ചിട്ട് രാത്രിയിൽ മുഴങ്കാലും അടക്കി നെടുമ്പാട് വീണ് സ്വർഗത്തിലെ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുക, അപ്പായാ നിന്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേലൊന്ന് പകരണമേ. ഇന്ന് രാത്രി ഈ ആരാധന കഴിയുന്നതിന് മുമ്പ് തന്നെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ ചിലരുടെ മേൽ പകരുമെന്നറിഞ്ഞ് സ്തോത്രം ചെയ്താട്ടെ. ഈ രാത്രി ദൈവം ചിലരുടെ മേൽ പരിശുദ്ധാത്മാവിനെ നൽകോ. നീ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? പ്രാപിച്ചിട്ടില്ല എങ്കിൽ ഈ രാത്രി പരിശുദ്ധാത്മാവിന് അത് നിന്റെ മേൽ വരുവാൻ കഴിയോ? അതിന് തടസ്സമായി നീ സ്നാനപ്പെട്ടിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി ഒരു സ്നാനപ്പെടുവാനുള്ള തീരുമാനമെടുത്തോട്ടെ. ഇന്ന് രാത്രി ഈ സദസ്സിനകത്തിരിക്കുന്നവരോ ദൂരത്തിരുന്ന് ഞങ്ങളെ ശ്രവിക്കുന്നവരായ ആരെങ്കിലും ദൈവത്തിന്റെ കൽപ്പനയായ സ്നാനമേറ്റിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി അത് സ്നാനമേൽക്കണം. എൻ്റെ സഹോദരങ്ങളെ, സ്നാനത്തിൻ്റെ ഉപദേശത്തെ ദുർവ്യാഖ്യാനം ചെയ്യാൻ എന്തുമാത്രം മനുഷ്യൻ കിടന്ന് ബന്ധപ്പെടുകയാണെന്നറിയാമോ? സ്തോത്ര. ലോകത്തിലെ ഏത് പരിഭാഷകൾ നിങ്ങൾ എടുത്തു നോക്കിയാലോ, എഫെസ്യ ലേഖനം 5-ാം അധ്യായം 26-ാം വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ അവളെ വചനത്തോട് കൂടിയ ജലസ്നാനത്താൽ, ബാപ്റ്റിസം വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്, ബാപ്റ്റിസം വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. എന്നാൽ POC ബൈബിളിൽ മാത്രം, കത്തോലിക്കക്കാർ കൊണ്ടു നടക്കുന്ന ബൈബിളിൽ മാത്രം ഇങ്ങനെ എഴുതി, വചനത്താൽ വെള്ളത്താൽ കഴുകപ്പെടുകയോ വചനത്താൽ ശുദ്ധീകരിക്കപ്പെടുകയോ. അത് 2 പ്രോസസ്സാക്കി എന്ന് പറഞ്ഞ മാമോദിസ മുങ്ങിയിട്ട് പിന്നീട് പോയി ധ്യാനം കൂടണമെന്ന് എഴുതിയിരിക്കുന്നതെന്ന് അല്ലല്ല. മാമോദിസ മുങ്ങിയിട്ട് പിന്നീട് പോയി ധ്യാനം കൂടാനല്ല പറഞ്ഞിരിക്കുന്നത്, വചനത്തോട് കൂടിയ
ജലസ്നാനത്താൽ ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്നവരാരെങ്കിലും മാനസാന്തരപ്പെട്ട പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യേശുവിലുള്ള വിശ്വാസത്താൽ പിതാവിന്റെയോ പുത്രന്റെയോ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേറ്റിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ അഭിഷക്തന്മാരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്നാട്ടെ. സ്നാനം എന്നുള്ളതോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിയുടെ അപേക്ഷയത്രേ. സ്നാനം എന്നുള്ളതോ ഇപ്പോൾ സഭയോട് ചേരുവാനല്ല, പകരമോ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായ നിങ്ങളെല്ലാവരും സ്നാനത്താൽ നിങ്ങൾ ക്രിസ്തുവിന്റെ മരണത്തിൽ എന്തായിത്തീരുകയാണ്? പങ്കാളികളായി തീരുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ സ്നാനമേൽക്കുമ്പോൾ നിനക്ക് കാൽവറിയിൽ ഒരു പങ്കാളിത്തം വരികയാണ്. കാൽവറിയിലെ പിളർന്ന ചങ്കിലെ രക്തം അത് നിന്റേതാവുകയാണ്. കാൽവറിയിലെ പുണ്യാഹ രക്തം അത് നിന്റേതാവുകയാണ്. ഞാൻ പരിശുദ്ധാത്മാവിന്റെ ഒന്നാമത്തെ ഭാഗം പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ ആളത്വം. പരിശുദ്ധാത്മാവിന്റെ രണ്ടാമത്തെ ഭാഗം പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ ദൈവത്വം. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരാം. അത് പറഞ്ഞ് ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കുക. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മമോ ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ അടുത്ത ഭാഗം നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. സ്തോത്രം. അവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, നിത്യ ആത്മാവിനാൽ. നിത്യ ആത്മാവിനാൽ. പരിശുദ്ധാത്മാവ് നിത്യനാണ്, നിത്യത്വം. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ആത്മാക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ആത്മമണ്ഡലത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായി സ്തോത്ര 4 ആത്മാക്കൾ ലോകത്തിലുണ്ട്. 4 ആത്മാക്കളുണ്ട്. പരിശുദ്ധാത്മാവ് മാത്രമല്ല, 4 ആത്മാക്കളുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഈ 4 ആത്മാക്കളിൽ പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കാത്തതുമായ എല്ലാ ആത്മാക്കളും നശിച്ചു പോകും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഏതാണ് ഈ 4 ആത്മാക്കളെന്ന്? ഒന്നാമത് പരിശുദ്ധാത്മാവിനെ തന്നെ പറയാം. ലോകത്തിലുള്ള ഒന്നാമത്തെ ആത്മാവ് അത് പരിശുദ്ധാത്മാവാണ്. രണ്ടാമത്തെ ആത്മാവ് എന്ന് പറയുന്നത് സ്തോത്ര നമ്മളുടെ അകത്ത് എന്തോ ഉണ്ട്, ഒരു ആത്മാവുണ്ട്. മനുഷ്യന്റെ അകത്ത് ഒരു ആത്മാവുണ്ട്, മനുഷ്യാത്മാവ്. സ്തോത്ര. ആത്മാവ് കൊണ്ട് ഗ്രഹിക്കുക, ആത്മാവ് കൊണ്ട് ആരാധിക്കുക, ഇതൊക്കെ നമ്മുടെ അകത്ത് കിടക്കുന്ന ആത്മാവാണ്. മൂന്നാമതൊരു ആത്മാവുണ്ട്. ആ ആത്മാവെന്ന് പറയുന്നത് ദുരാത്മാക്കളാണ്. സ്തോത്ര. വീണുപോയ ദൂതന്മാരെന്ന് പറയുന്ന ദുരാത്മാക്കൾ. നാലാമതൊരു ആത്മാവുണ്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായം അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവരൊക്കെയും രക്ഷ പ്രാപിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവക ആത്മാക്കളല്ലയോ. അപ്പോൾ നാലാമത് പറയുന്ന ആത്മാവ് എന്ന് പറയുന്നത് ദൂതന്മാരാകുന്നു. അപ്പോ പരിശുദ്ധാത്മാവ്, മനുഷ്യാത്മാവ്, ദുരാത്മാക്കൾ, ദൂതന്മാരാകുന്ന ആത്മാക്കൾ. എൻ്റെ സഹോദരങ്ങളെ, ഇതിൽ പരിശുദ്ധാത്മാവുമായി കണക്റ്റ് ആകാത്ത ആത്മാക്കളെല്ലാം നശിച്ചു പോകും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു മനുഷ്യന്റെ ആത്മാവ് മുഴു ലോകത്തെക്കാട്ടിലും വിലയേറിയത്. ഒരു മനുഷ്യൻ കർത്താവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നില്ലെങ്കിൽ, നിത്യജീവൻ പ്രാപിക്കുന്നില്ലെങ്കിൽ അവന്റെ ആത്മാവ് എന്ത് സംഭവിക്കുക? നശിച്ചു പോകാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധാത്മാവിന്റെ നിത്യത്വത്തെ കുറിച്ചാണ്. എൻ്റെ സഹോദരങ്ങളെ, മരണമില്ലാത്തത്, നിത്യമായത്, അനാദിയായത്, അനന്തമായത് പരിശുദ്ധാത്മാവ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദുരാത്മാക്കൾ നിത്യമല്ലേ എന്ന്. എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു ഭാഗം നിങ്ങളിലേക്ക് കൊണ്ടുവരാം. എബ്രായ ലേഖനം 1-ാം അധ്യായം, അല്ല, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 23-ാം വാക്യം. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു. ആര് നിലവിളിച്ചു? അശുദ്ധാത്മാവ് നിലവിളിച്ചു, നസ്രായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? അടുത്ത ഭാഗം, ഞങ്ങളെ നശിപ്പിപ്പാൻ
വന്നുവോ, നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ അശുദ്ധാത്മാവ് തന്നെ, ഇത് യേശു പറഞ്ഞതല്ല കേട്ടോ, ഇത് ദൂതന്മാര് പറഞ്ഞതല്ല കേട്ടോ, ഇത് പാസ്റ്റർമാര് പറഞ്ഞതല്ല. പിശാചുക്കൾ അശുദ്ധാത്മാവ് തന്നെ പറയുക, നീ വന്നാൽ അശുദ്ധാത്മാവ് എന്തോ ചെയ്യോ, നശിച്ചു പോകോ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് നിത്യത്വമുള്ളവനാണ്. 3 കാര്യങ്ങൾ: പരിശുദ്ധാത്മാവ് ആളത്വമുള്ളവനാണ്, 2 പരിശുദ്ധാത്മാവ് ദൈവത്വമുള്ളവനാണ്, 3 പരിശുദ്ധാത്മാവ് നിത്യത്വമുള്ളവനാണ്. പരിശുദ്ധാത്മാവ് ആളത്വമുള്ളവനാണ്. സ്തോത്ര. ലോകത്തെ ഏറ്റവും ശക്തമായ സാമ്രാജ്യമാണ് ബാബിലോൺ സാമ്രാജ്യം. ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ഏറ്റവും മഹത്തായ കാലഘട്ടമാണ് നെബൂഖദ്നേസർ എന്ന മഹാരാജാവിന്റെ കാലഘട്ടം. ആ നെബൂഖദ്നേസർ എന്ന മഹാരാജാവിന്റെ കാലഘട്ടത്തിലാണ് യെരൂശലേമിന്റെ ദൈവാലയത്തെ തകർത്ത് യെരൂശലേമിലെ യഹൂദന്മാരെ അടിമകളും പ്രവാസികളുമാക്കി ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുവന്നത്. ആ ബാബിലോണിൽ താൻ ഒരു സ്വർണം കൊണ്ടുള്ള ബിംബത്തെ നിർത്തി. കാരണം താൻ കണ്ട ദർശനത്തിനകത്ത് തല തങ്കം കൊണ്ടുള്ളതോ, സ്തോത്ര, നെഞ്ചും കൈയും വെള്ളി കൊണ്ടുള്ളതോ, അരയും വയറും താമ്രം കൊണ്ടുള്ളതോ, കാൽ ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടുള്ളതായിരുന്നു. അപ്പോൾ താൻ ഒരു കാര്യം മനസ്സിലാക്കി, തൻ്റെ സാമ്രാജ്യം തങ്കം കൊണ്ടുള്ള തലയാണെന്നോ, കഴുത്തിൻ്റെ അവിടം വരുമ്പോൾ, കാലങ്ങൾ കടന്നു പോകുമ്പോൾ തൻ്റെ സാമ്രാജ്യം അവസാനിച്ചിട്ട് വെള്ളിയുടെ മെഡോ പെർഷ്യൻ സാമ്രാജ്യം കയറി വരുമെന്ന്, അതിനനന്തരം ഗ്രീസിന്റെ താമ്രം കയറി വരുമെന്ന്, അതിനനന്തരം റോമ സാമ്രാജ്യത്തിന്റെ ഇരുമ്പ് കയറി വരുമെന്ന്, അതിനനന്തരം ജനാധിപത്യത്തിന്റെ കളിമണ്ണ് പ്രബലപ്പെടുമെന്ന്. എന്നാൽ താൻ കണ്ട ദർശനത്തിനെതിരെ സ്തോത്ര നെബൂഖദ്നേസർ ഒരു ബിംബത്തെ പണിതോ. നെബൂഖദ്നേസർ പറഞ്ഞോ, തല മാത്രം എന്തിനാ തങ്കമായിട്ട് നിൽക്കുന്നത്, നെഞ്ചും അരയും വയറും കൈയും കാലും മുഴുവനും എന്തായിക്കൊള്ളട്ടെ, ആമേൻ, തങ്കം തന്നെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ ദുരാസമഭൂമിയിൽ തങ്കം കൊണ്ടുള്ള പൊന്നുകൊണ്ടുള്ള ഒരു ബിംബം നിർത്തിയിട്ട് പറഞ്ഞു, കാഹളം, തമ്പുരു, നാദം തുടങ്ങിയ സകല വീണാനാദിത്വങ്ങളും മുഴങ്ങി കേൾക്കുമ്പോൾ സകല മനുഷ്യനും അതിൻ്റെ മുമ്പാകെ മുട്ടുമടക്കണം, നമസ്കരിക്കണം. നമസ്കരിക്കാത്തവനെ എരിയുന്ന തീച്ചൂളയിലിട്ട് ചൂട്ടുകളയും. സ്തോത്ര. എന്നാൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, അസര്യാവ്, മീശായേൽ, ഹനന്യാഹ് എന്ന് പറയുന്ന 3 ബാലന്മാർ നെഞ്ചും നെറ്റിയും ദൈവത്തിന് വേണ്ടി കൊടുത്തിട്ട് നിന്നിട്ട് പറഞ്ഞു, ഇല്ല, ഞങ്ങളെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ ഇത്ര കാലം ആരാധിച്ചത്. മിസ്രൈമിന്റെ ഇരുമ്പുലയിൽ നിന്ന് 400 സംവത്സരത്തെ അടിമത്തത്തിൽ നിന്ന് പുറത്തെടുത്ത് ചെങ്കടൽ പറ്റിച്ച് 40 സംവത്സരം മരുഭൂമിയിൽ മന്നയും കാടയും നൽകി പോറ്റി കാൽവെച്ചപ്പ യോർദാനെ 2ആക്കി തീർത്ത് കനാൻ ദേശത്ത് കൊണ്ടുവന്ന് 7 പ്രബല ജാതികളെയും 31 രാജാക്കന്മാരെ നിഷ്കാസനം ചെയ്ത് നിർമൂലം ചെയ്ത് അവരുടെ പാലും തേനും ഒഴുകുന്ന ദേശത്തെ അവകാശമാക്കി ദാവീദ് എന്ന ഒറ്റ മനുഷ്യനെ കൊണ്ട് അതിന്റെ അതിരുകളെ വിശാലമാക്കി ശ്രേഷ്ഠരായ രാജാക്കന്മാരെ വാഴിച്ച് ആലയത്തെ മഹത്വമായി പടുത്തുയർത്തിയ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാപം കൊണ്ട് ഞങ്ങളെ കൈവിട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവൻ ഞങ്ങളെ കൈവിട്ടാൽ ഞങ്ങൾ അവനെ തന്നെ പിടിച്ചു നിൽക്കാം. നെബൂഖദ്നേസർ നെബൂഖദ്നേസർ സ്തോത്ര അവന്റെ സേവകരുടെ അടുക്കൽ പറഞ്ഞു, ആ തീ 7 മടങ്ങ് കഠിനമാക്കട്ടെ. സ്തോത്ര. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ 7 ലോഡ് വിറക് അവിടെ കൊണ്ടുവന്ന് എക്സ്ട്രാ ഇറക്കി 1000 ഡിഗ്രി കത്തിക്കൊണ്ട് നിന്ന തീച്ചൂള ഫർണസ് 7000 ഡിഗ്രി കത്തിച്ചോ. എന്നിട്ട് പറഞ്ഞോ, കൊണ്ട് എറിയ യഹൂദന്മാരെ ചുമന്നു കൊണ്ടുപോയവർ ചൂളയുടെ വാതിൽക്കലെത്തിയപ്പോഴേ ആ ചൂളയുടെ ആവി തട്ടി പുകഞ്ഞു പോയി. എന്നാൽ ചൂളയിലേക്ക് എറിയപ്പെട്ട യഹൂദന്മാരുടെ കൈകാലുകളിൽ നിന്ന് സ്തോത്ര കെട്ടുകൾ അഴിഞ്ഞോ. അവർ തീക്കകത്തിറങ്ങി നടക്കാൻ തുടങ്ങി. നെബൂഖദ്നേസർ നോക്കിക്കൊണ്ടിരിക്കെ നെബൂഖദ്നേസർ കാണുകയാണ്, നമ്മൾ കെട്ടിയെറിഞ്ഞത് 3 പുരുഷന്മാരെയാണ്. എന്നാൽ ഇതാ 4മതൊരുവൻ അവരോടുകൂടെ നടക്കുന്നു. അവരുടെ കെട്ടുകൾ അഴിഞ്ഞോ. ബാബിലോണിന്റെ സമ്രാട്ട് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് ആശ്ചര്യപ്പെട്ടു നിന്നോ. വന്ന് നെബൂഖദ്നേസർ കണ്ടോ പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന പരിശുദ്ധാത്മാവ്, he is a person, he is not imperson, he is person. നിന്റെ പ്രശ്നത്തിൽ ഇറങ്ങി വരാൻ കഴിയുന്ന, നിന്റെ സാഹചര്യത്തിൽ ഇറങ്ങി വരാൻ കഴിയുന്ന അധരാജാതരം പ്രവാചനം അടിമനം ഗജാരകർത്തേനിയ അത്തല പ്രവോസിയ അതല ഹടകരകേർജാനിയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് ആളത്വമുണ്ട്. അവൻ നിന്റെ വിഷയത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അവൻ നിന്റെ സംഗതിയിലേക്ക് ഇറങ്ങി വരികയാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെതാണ്. അതിനെ തടയാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്.
മൂന്നാമത് പറയുകയാണ്, ദുരാത്മാക്കൾ നശിച്ചു പോകുക, പക്ഷെ പരിശുദ്ധാത്മാവ് നിത്യനായ ആത്മാവാണ്. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം, ദാനിയേൽ ദർശനം കാണുകയാണ്. ഇതാ ഊലായി നദീതീരത്ത് താൻ ദർശനത്തിൽ നിൽക്കുന്നു. ആകാശത്തിലെ 4 കാറ്റ് മഹാസമുദ്രത്തിന് നേരെ അടിച്ചോ. മഹാസമുദ്രത്തിലേക്ക് ആകാശത്തിന്റെ 4 കാറ്റും അടിച്ചപ്പോൾ ഇതാ സമുദ്രത്തിൽ നിന്ന് 4 വൈവിധ്യമാർന്ന മഹാമൃഗങ്ങൾ കയറി വരുന്നു. ഒന്നാമത്തെ മൃഗം സിംഹത്തോട് സദൃശവും കഴുകിന്റെ ചിറകുകളും ഉള്ളതാണ്. രണ്ടാമത്തെ മൃഗം കരടിയെ പോലെ ഇരിക്കുകയാണ്. അതിന്റെ വായിൽ 3 വാരിയലുകൾ ഇരിക്കുന്നു. അതിന്റെ ഒരു കൈ പൊങ്ങിയിരിക്കുന്നു. മൂന്നാമതൊരു മൃഗം കയറി വരുന്നു. പുള്ളിപ്പുലിക്ക് സദൃശമായ ഒരു മൃഗം. അതിന്റെ ചുമടിൽ, അതിന്റെ മുതുകിൽ 4 പക്ഷിയുടെ ചിറകുകളുണ്ട്. നാലാമതായി ഘോരവും ഭയങ്കരവുമായ ഒരു മൃഗം. ലോകത്ത് വരുവാനുള്ള 4 സാമ്രാജ്യങ്ങൾ യഥാക്രമം ബാബിലോൺ സാമ്രാജ്യ, മെഡോ പെർഷ്യൻ സാമ്രാജ്യ, ഗ്രീസ് സാമ്രാജ്യ, റോമ സാമ്രാജ്യ. എന്നാൽ അടുത്തതായി ദാനിയേൽ ഒരു ശബ്ദം കേട്ടോ. ഇതാ മൃഗങ്ങളുടെ ആധിപത്യം നശിച്ചുപോയി. അടുത്തതൊരു ഭാഗം ഇങ്ങനെ കേട്ടോ, അവരുടെ ആയുസ്സിന് ഒരു സമയത്തേക്ക്, ഒരു കാലത്തേക്ക് നീണ്ടു നിന്നോ. മൃഗാധിപത്യം നശിച്ചുപോയി, ഭൂതങ്ങളുടെ ആത്മാക്കൾ നശിച്ചുപോയി, ദുരാത്മാക്കൾ നശിച്ചുപോയി, പിശാചുക്കൾ നശിച്ചുപോയി. ആമേൻ. ഒരു കാലഘട്ടത്തിലേക്ക്, ഒരു സമയത്തേക്ക്, ഒരു കാലത്തേക്ക് അത് നിലനിന്നോ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, നിനക്കെതിരെ ഒരു ഡിമോണിക് ഫൈറ്റ്, ഒരു അന്ധകാര ശക്തി പ്രബലപ്പെട്ട് നിന്നിരുന്നേക്കാം. പക്ഷെ അതൊരു സമയത്തേക്കേ ഉള്ളൂ, അതൊരു കാലത്തേക്കേ ഉള്ളൂ. ഒരു സാമ്പത്തിക പ്രതിസന്ധി, ഒരു അപമാനം, ഒരു അപവാദം, ഒരു കടഭാരം, ഒരു നിന്ന, ഒരു പ്രശ്ന, പക്ഷേ അതൊരു സമയത്തേക്ക്, അതൊരു കാലത്തേക്ക്. It's only for a season and a time. എന്നാൽ അതിനപ്പുറം പറയുകയാണ്, ഇതാ ഞാനൊരു സിംഹാസനം കണ്ടു. ആ സിംഹാസനത്തിൽ തലയും താടിയും ഹിമത്തോളം വെളുത്ത് പുരാതനനായവൻ ഒരുവൻ ഇരിക്കുന്നു. അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീജ്വാലയാണ്. അവന്റെ സിംഹാസനം അഗ്നിയാണ്. അവന്റെ സിംഹാസനത്തിൽ നിന്ന് ഒരു അഗ്നി നദി ഒഴുകുന്നു. 1000 പേർ അവന് ചുറ്റും ശുശ്രൂഷ ചെയ്യുന്നു. 10,000 പേർ അവന്റെ മുൻപാകെ നിൽക്കുന്നു. ഇതാ പുസ്തകങ്ങൾ തുറക്കുന്നു, ന്യായാസനങ്ങൾ എഴുതുന്നു. എന്നാൽ അപ്പോൾ ഇതാ ആകാശമേഘങ്ങളിൽ അത്യുന്നതനായ ഒരുവൻ കടന്നു വരുന്നു. അത്യുന്നതനായവൻ പുരാതനനായവന്റെ കൈകളിലേക്ക് രാജ്യത്വം കൈമാറുകയാണ്. അടുത്ത ഭാഗത്ത് ദാനിയേൽ ഇങ്ങനെ കേട്ടു, മനുഷ്യപുത്രന്റെ രാജ്യത്വം അത് ഉള്ളത്. അവന്റെ സിംഹാസനം നിത്യ, അവന്റെ രാജ്യത്വം നിത്യ, അവന്റെ നീതി തലമുറയോളം. ഇന്ന് രാത്രി ഞാൻ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, ഏതൊരു മനുഷ്യൻ, നീ ഹൈന്ദവനാകട്ടെ, നീ ഇസ്ലാമികനാകട്ടെ, നീ നിരീശ്വരവാദിയായിരിക്കട്ടെ, നീ പെന്തക്കോസുകാരനാകട്ടെ, പക്ഷേ നിന്റെ പ്രശ്നങ്ങൾ താൽക്കാലികം മാത്രമാണ്. പക്ഷേ എൻ്റെ യേശുവിൻ്റെ കൃപ, എൻ്റെ യേശുവിൻ്റെ കരുണ, എൻ്റെ യേശുവിൻ്റെ സ്നേഹം അത് നിത്യമാണ്. ഇന്ന് രാത്രി നിന്റെ പ്രശ്നങ്ങളെ ക്ഷണികമാക്കിക്കൊണ്ട്, നോട്ടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമായി അതിനെ എഴുതി തള്ളിക്കൊണ്ട് തേജസ്സിന്റെ നിത്യഘനത്തെ നിന്നിലേക്ക് നൽകുവാൻ പരിശുദ്ധാത്മാവിന് കഴിയോ? ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? നാളുകളായി നിന്നെ ഒരു ദുരാത്മാവ് അലട്ടുകയായിരിക്കാം, കാലങ്ങളായി നിന്നെ ഒരു പിശാച് വേട്ടയാടുകയായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി യേശു കർത്താവ് ദൈവാലയത്തിലേക്ക് കയറി ചെന്നു. ആ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ നിലവിളിച്ച് യേശുവിൻ്റെ അടുക്കൽ ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? യേശു വന്നാൽ ദുരാത്മാക്കൾ നശിപ്പിക്കപ്പെടും. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്നത് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ, ദൈവത്തിന്റെ ആത്മാവിന്റെ നിത്യത്വത്തെ ഒന്ന് പ്രൂവ് ചെയ്യാനാണ്. അവന്റെ ദൈവത്വത്തെ ഒന്ന് പ്രൂവ് ചെയ്യാനാണ്. അവന്റെ ആളത്വത്തെ ഒന്ന് പ്രൂവ് ചെയ്യാനാണ്. ഈ രാത്രി ബാബിലോണിലെ 7 മടങ്ങധികം കത്തിയെരിയുന്ന ചൂളയിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന സമയമാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. അഗ്നിയുടെ നടുവിൽ
നാലാമനായി ഇറങ്ങി വന്നത് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. അഗ്നി നാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ എന്നെ തൊടുവാൻ സാധ്യമല്ല. അഗ്നിയിൽ ഇറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തനായ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രി അതരം തുറന്ന് എന്നോട് ചേർന്ന് പറഞ്ഞ്, അഗ്നിയുടെ നാളങ്ങൾ, വെള്ളത്തിന്റെ ഓളങ്ങൾ എന്നെ തൊടുവാൻ സാധ്യമല്ല. കാരണം അഗ്നിയിൽ ഇറങ്ങി വെള്ളത്തിന്മേൽ നടക്കുന്ന സർവശക്തനായവൻ പരിശുദ്ധാത്മാവിന്റെ ആളത്വം ഇന്ന് രാത്രി ഞാൻ അനുഭവിക്കുവാൻ പോവുകയാണ്. ഇന്ന് രാത്രി പുസ്തകങ്ങളെ മടക്കി ഇരിപ്പിടങ്ങളിൽ വെച്ചാട്ടെ. അമേ, ഒരു പക്ഷേ നിങ്ങൾ ദൂരത്തിരുന്ന് കേൾക്കുന്നവരായിരിക്കാം. ഈ ആലയത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന് ഒരുപക്ഷെ ഈ പ്രാർത്ഥനയ്ക്ക് വന്നതുകൊണ്ട് നാളെ തുടങ്ങി ഈ സഭയ്ക്കകത്ത് നിർബന്ധമായി വരണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ മനസ്സിന്റെ പ്രേരണ പോലെ ചെയ്യുക. പെന്തക്കോസ്തിനകത്ത് ഒരിക്കലും നിർബന്ധമില്ല. നിർബന്ധിത മതപരിവർത്തനമെന്ന് എത്ര ക്രൈസ്തവരെ ആക്ഷേപിച്ചാല്, ആമേ, നിർബന്ധിത മതപരിവർത്തനം കൊണ്ട് ക്രൈസ്തവതയ്ക്ക് ഒരിഞ്ച് മണ്ണോ ഭൂമിയോ ഒരു വ്യക്തിയെ പോലെയോ പെന്തക്കോസ്തുകാർക്ക് വേണ്ട. കാരണം യേശുക്രിസ്തുവിന് ആളെണ്ണമല്ല വേണ്ടത്, യേശുക്രിസ്തുവിന് മനസ്സൊരുക്കമുള്ളവനെയാ വേണ്ടത്. ആകയാൽ ഇന്ന് രാത്രി ഞങ്ങൾ നിർബന്ധിത മതപരിവർത്തനത്തിനല്ല നിൽക്കുന്നത്. പകരം നിന്റെ ജീവിതത്തെ പരിവർത്തിക്കുവാൻ കഴിയുന്ന, നിന്റെ ജീവിതത്തെ മാറ്റുവാൻ കഴിയുന്ന യേശുവിന്റെ ശക്തിയെ ഞങ്ങൾക്ക് നിന്റെ മുൻപാകെ ഒന്ന് വെളിപ്പെടുത്തുവാൻ ഈ രാത്രി ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഒരുപക്ഷെ ദൂരത്തിരുന്നായിരിക്കാം നിങ്ങൾ ഞങ്ങളെ കേൾക്കുന്നത്. അമ്മേ, ഞങ്ങൾ നിറഞ്ഞ ഹൃദയത്തോടെ നിങ്ങളെ സ്വീകരിക്കുകയാണ്. ഞങ്ങൾക്കുള്ളതെല്ലാം, ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവും ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്ത് ഈ ആയുസ് മുഴുവൻ ദൈവത്തിന് സേവ ചെയ്യുന്നത് ഞങ്ങളുടെ പേരിനും പ്രശസ്തിക്കും വേണ്ടിയല്ല. പകരം ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഞങ്ങൾക്കൊരു കൊതിയുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, കാലാകാലങ്ങളായി സ്തോത്ര, ഇടവപ്പാതി കഴിഞ്ഞ് മഴയുടെ പെരുമഴയുടെ കാലം കഴിഞ്ഞാൽ വേനൽക്കാലം കഴിഞ്ഞ് അടുത്ത മഴ വരുന്നിടം വരെയോ കേരളത്തിന്റെ മണ്ണിൽ സുവിശേഷത്തിന്റെ കാഹളമൂത. എന്തിനാ? പെന്തക്കോസ്തുകാരുടെ ദമ്പ് വെളിപ്പെടുത്താനാണോ? അതോ പാസ്റ്റർമാർക്ക് വിദേശത്തുനിന്ന് കിട്ടിയ വരുമാനം ചെലവഴിച്ച് കാണിക്കാനാണോ? അല്ലല്ല, ഇത് ഞങ്ങൾക്ക് പ്രകൃതി കനിഞ്ഞു നൽകുന്ന സമയമാണ്. എന്തിനു വേണ്ടി? ദേശം വിടുവിക്കപ്പെടുവാൻ, രാജ്യങ്ങൾ സ്വതന്ത്രമാകുവാൻ, കുടുംബങ്ങളുടെ കെട്ടുകൾ അഴിയുവാൻ ഈ രാത്രി ആളത്വമുള്ള പരിശുദ്ധാത്മാവ് ഇറങ്ങി നടക്കുകയാണ്. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നോട്ട്. ഇന്ന് രാത്രി ഈ സദസ്സിനിടയിൽ കൂടെ ആളത്വമുള്ള പരിശുദ്ധാത്മാവ് ഇതിനകത്ത് തേജോമയനായി നടകൊള്ളുകയാണ്. യേശു ഇതിനകത്ത് നടകൊള്ളുകയാണ്. Tonight Jesus is passing through this way. ഇന്ന് രാത്രി യേശു ഇതിനകത്ത് കൂടെ നടകൊള്ളുകയാണ്. ഇതാ ഉലയിൽ ചുട്ടുവഴിപ്പിച്ച പൊൻപാദങ്ങളോടുകൂടെ തലയും താടിയും ഹിമത്തോളം എടുത്ത് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി 7 നിലവിളക്കുകളുടെ നടുവിൽ 7 നക്ഷത്രങ്ങൾ വലങ്കയിൽ പിടിച്ചുകൊണ്ട് പത്മോസിന്റെ ദ്വീപിൽ ഇറങ്ങി വന്ന് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളോടുകൂടെ പത്മോസിൽ ഇറങ്ങി വന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തു ഇന്ന് രാത്രി ഇതിനകത്ത് നടകൊള്ളുകയാണ്. He is walking on this way. അവൻ ഇതിനകത്തൂടെ നടക്കുകയാണ്. അവൻ രോഗികളെ തൊടുകയാണ്. അവൻ ഭൂതങ്ങളെ പുറത്താക്കുകയാണ്. ഇന്ന് രാത്രി ഒരു സ്പെഷ്യൽ പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി അഭിഷക്തന്മാർ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിപ്പാൻ ഒരുക്കമാണ്. ആമേൻ. ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ, ആമേൻ, സഹോദരങ്ങൾ, ഭൃത്യന്മാർ, ദൈവഭൃത്യന്മാർ പാട്ടുപാടുമ്പോൾ നിങ്ങൾക്ക് മുൻപോട്ട് കടന്നു വരാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഏത് ദുരാത്മാക്കൾ തല ഉയർത്തി നിന്നാല്, ഏത് പിശാചുക്കൾ തല ഉയർത്തി നിന്നാല് അതൊരു സമയത്തേക്ക് നിൽക്കത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ രാജ്യം, ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് നിത്യമാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കണ്ണുകളെ അടച്ചാട്ട് ഇതിനകത്ത് കൃപ ലഭിച്ച ദൈവജന, പരിശുദ്ധാത്മാവിന്റെ നൽവരം പ്രാപിച്ച ദൈവജന അന്യഭാഷകളിൽ അധരം തുറന്ന് സംസാരിച്ചു തുടങ്ങിയാട്ട്, അന്യഭാഷകളിൽ അധരം തുറന്ന് സംസാരിച്ചു തുടങ്ങിയാട്ട് ഇന്ന് രാത്രി അന്തരീക്ഷത്തിന്മേൽ ഞാൻ ദൈവാധിപത്യത്തെ റിലീസ് ചെയ്യുന്നു. ഈ സദസ്സിന്റെ, ഈ ഗ്രൗണ്ടിന്റെ ഇങ്ങേ അറ്റം തുടങ്ങി അങ്ങേ അറ്റം വരെ ഇത് പരിശുദ്ധാത്മാവ് ഒരു മൃദുമന്ദുമാരതിനെ പോലെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. The Holy Spirit is moving. The Holy Spirit is moving. ഇത് പരിശുദ്ധാത്മാവ് ചലിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവ് ചലിക്കുന്നു. Jardenia, Artelia, Pravojania, Artenia, Rasateria, Pravolia.